ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഒരു കിടിലൻ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ തലേ ദിവസം ചോറൊക്കെ ബാക്കി വന്നാൽ അത് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു ലഞ്ച് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൊത്തമായിട്ട് വരുന്ന ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് എടുക്കാം. പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉഴുന്നുപരിപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സവാള നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കൂട്ടത്തിൽ കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ പേസ്റ്റാക്കി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കൂടുതലായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഒരു പച്ച കുത്ത് പോകുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും 1 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്നത് ചെറിയ തക്കാളി ആണെങ്കിൽ 2 പീസ് തക്കാളി നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എടുത്തത് ഒരു വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. അപ്പം നമ്മൾ എടുക്കുന്ന സവാളിനേക്കാളും കൂടുതൽ തക്കാളി വേണം. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് തക്കാളി സാദമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഓതൻറ്റിക് പേരല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സവാളയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലതുപോലെ കുക്കായി വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി മുഴുവനായിട്ട് കുക്കായാലാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞ തീയിൽ വെക്കാനായിട്ട് മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇപ്പം നിങ്ങൾക്ക് പെരിഞ്ജീരകം പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ നേരത്തെ കടുക് വറുത്തെടുക്കുന്ന ടൈമിൽ പൊടിക്കാത്ത ജീരകം ചേർത്താൽ മതിയാകും. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ ഒന്നുമല്ല. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു 2 ടീസ്പൂൺ അളവിൽ ചേർക്കേണ്ടി വരും. അത് അത്ര എരിവുണ്ടാകില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സവാള കുക്കായതിന് ശേഷം തക്കാളി ചേർത്തു. തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്തു. അപ്പോൾ പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കണം. നല്ലൊരു പുളിക്കായിട്ടും നമ്മുടെ ചോറിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് തൈര് നമ്മൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ തൈര് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ തൈരാകും ഏറ്റവും ബെസ്റ്റ്. അത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ ചേർക്കണം. തൈര് എല്ലാം കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർക്കണം.
അപ്പോൾ ഞാനിവിടെ പൊന്നി അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റേഷൻ അരി ആണെങ്കിലും ഇപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിലും എന്ത് റൈസും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ജീരകശാല യൂസ് ചെയ്യരുത്. ബസ്മതി റൈസ് യൂസ് ചെയ്യാം, പൊന്നി റൈസ് യൂസ് ചെയ്യാം. അപ്പോൾ തലേ ദിവസമൊക്കെ ചോറ് ബാക്കി വന്നാൽ നിങ്ങളത് ഊറ്റിയെടുത്ത് മീൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. മാത്രമല്ല പണി ഒരുപാട് കുറഞ്ഞ് കിട്ടി. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ മസാല ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. വളരെ വളരെ ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച ചോറ് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പണി ഒരുപാട് കുറഞ്ഞ് കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്